പാലക്കാട് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും വർഷങ്ങളായി ജീവിതത്തോടൊപ്പം തുന്നിച്ചേർത്ത് വെച്ച ചുമട്ടുതൊഴിലാളിയുടെ കുപ്പായം അഴിച്ചുവെക്കാൻ എ ദിലീപ് തയ്യാറല്ല. 18-ാം വയസ്സ് മുതൽ വാണിയംകുളം അങ്ങാടിയിലെ ചുമട്ടുതൊഴിലാളിയായ എ ദിലീപാണ് ജനസേവനത്തിനും ഒപ്പം തൊഴിലും ഒന്നിച്ചു ചേർത്ത് പിടിക്കുന്നത്. പതിനെട്ടാം വയസ്സിൽ ജീവിതത്തോടൊപ്പം ചേർത്തുവെച്ചതാണ് ഈ നീലക്കുപ്പായം. ജീവിതത്തിൽ അന്നം മുട്ടാതിരിക്കാൻ നാളിതുവരെയും വഴികാട്ടിയായത് ഈ നീലക്കുപ്പായമാണെന്ന് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിലെ മെമ്പറായ എ ദിലീപ് പറയുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങിയതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി 2 മാസത്തെ അവധിയെടുക്കേണ്ടി വന്നു. എന്നാൽ അതെന്നേക്കുമായി അഴിച്ചുവെക്കാൻ ദിലീപ് തയ്യാറല്ല. പൂർണ്ണ പിന്തുണയുമായി കുടുംബം ഒപ്പമുണ്ട്. 17 വർഷമായിട്ട് ഞാൻ വാണിയംകുളം അങ്ങാടിയിലെ ചുമട്ടുതൊഴിലാളിയായിട്ട് പണിയെടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് പാർട്ടി മത്സരിക്കണം തീരുമാനിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ 2-ാം വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്താവശ്യങ്ങൾക്കും ജനങ്ങളോടൊപ്പം ഉണ്ടാവും. അതോടൊപ്പം അങ്ങാടിയിലെ ഒന്നുകൊണ്ടുള്ള തൊഴിലും കൂടി സംരക്ഷിച്ച് മുന്നോട്ട് പോകാന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് 1.5 മാസം ലീവായിരുന്നു. ഇപ്പോൾ 1 മുതലാണ് പണിക്ക് കയറിയിട്ടുള്ളത്. തുടർന്ന് തൊഴിലും കൂലിയും പണിയും കൂടിയും പഞ്ചായത്ത് മെമ്പർ സ്ഥാനം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. യുവജന സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ഇടത് രാഷ്ട്രീയത്തിൽ സജീവമായ ദിലീപിന്റെ വാർഡ് വാണിയംകുളം അങ്ങാടിയോട് ചേർന്ന് തന്നെയാണ്. അങ്ങാടിയിൽ ചുമടിറക്കുന്നതിനിടയിൽ അത്യാവശ്യത്തിന് വാർഡിലെ ആരെങ്കിലും വിളിച്ചാൽ ഓടിപ്പോകാവുന്ന അത്രയും അടുത്താണ് ദിലീപ് ഉണ്ടാവുകയെന്ന പ്രതീക്ഷ വാർഡിലെ ജനങ്ങൾക്കുമുണ്ട്. ജനപ്രതിനിധിയാകുന്നതിന് മുമ്പും അതുതന്നെയായിരുന്നു രീതി. ജനകീയ പ്രശ്നങ്ങൾക്ക് ഓടിയെത്താൻ ഈ ചെറുപ്പക്കാരനുണ്ടാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ വാർഡിൽ നല്ല ഭൂരിപക്ഷത്തിലായിരുന്നു ദിലീപിന്റെ വിജയം. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.